ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 21-ാം തീയതി ആ കുട്ടി നിന്റെ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്നു. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നീ ആ കൊച്ചിനെ കയറി പിടിച്ചായിരുന്നു അല്ലെ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണുങ്ങി വാ. അങ്ങനെ പറ്റിപ്പോയി സാറേ. ഇനിയുള്ള കാര്യം പറ സാറേ. കാര്യോ? എന്തൊട്ട് കാര്യം പറയടാ, എന്ത് കാര്യം? വേണ്ട സാറേ, അല്ലല്ലേ സാറേ. ഇനി എന്നെ തന്നില്ല സാറേ. 2 ബൈപ്പാസ് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുക. അവളെ കണ്ടപ്പോ തോന്നിയ ആഗ്രഹമല്ലേ സാറേ. ഞാൻ ചോദിച്ചു, അവള് തന്നില്ല. ചോദിക്കുമ്പോ അങ്ങോട്ട് എടുത്തു തരാണ്ടത് അവലോസുണ്ടേ അല്ല. ഞാൻ ചോദിക്കുമ്പോ അവളൊന്ന് തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞല്ലോ എവിടെയാ ന്യായം? അവളുടെ അനിയത്തിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോളൂ നിനക്ക്? അതിന് അവള് കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ സാർ. അരവിന്ദൻ ഒരു നിരപരാധിയാണ്. എന്ത് പറയാനാ, പറ്റിപ്പോയി സാർ. പേടിപ്പിക്കല്ലേ. നിങ്ങളോടല്ലേ പറഞ്ഞത് ഞാൻ സുഖമില്ലാത്ത കുട്ടിയാന്ന്? ലേറ്റ് നൈറ്റിൽ ആളൊഴിഞ്ഞിട്ട് മതി തെളിവെടുപ്പൊക്കെ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. ഇവിടെ മൊത്തം പോലീസുകാരെ ഉമ്മാർ എന്നെന്തെങ്കിലും ചെയ്യും. കൊല്ലൊന്നുമില്ല. പേടിക്കണ്ട, അച്ഛൻ തൊട്ടടുത്തുണ്ട്. നിന്നെ ആരും ഒരു ചുക്കും ചെയ്യലടാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. ഇങ്ങോട്ടേ, ഇനി ഞാൻ കീച്ചാം. സുധീപേ, നീ വേണമെങ്കിൽ അവിടെ നൂരിക്കും. ഇത് ഞങ്ങളുടെ സാറും നിന്റെ അച്ഛനും തമ്മിലൊരു കളിയാ. നല്ല കളിക്കാരനാ. ഓക്കെ. ഇയാൾ എന്താ ഈ പറയുന്നത്? അപ്പൊ വന്താൻ തലവരവ വന്താ സുട്ട സെത്ത റിപ്പീറ്റ്. വന്താ സുട്ട സെത്ത റിപ്പീറ്റ്. അപ്പൊ എന്തായാലും സംഭവം നമ്മുടെ വെട്ടിക്കെട്ട് വടക്കം നമ്മുടെ വീക്ക്നെസ് ആണ്. കള്ളപ്പന്നി. ഹണ്ടർ ഹോക്സ് കൊമ്പാറ ഇവനായിരുന്നു ടീമിന്റെ ഫോർവേഡ്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ? എടാ, നിങ്ങളുടെ ടീമിൽ ഫോർവേഡ് കളിച്ചിരുന്ന നമ്മുടെ രാജു ഇല്ലേ? എന്ത് ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു അവൻ. ഒരു രക്ഷയില്ലാത്ത കളിയാ. നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ. പുള്ളി ഇപ്പൊ അവിടെ ഉണ്ട്. ഓ, അറിയില്ല. ഏതെങ്കിലും നാട്ടിൽ കിടന്ന ആരെങ്കിലും കത്തിൽ തീർന്നുണ്ടാവും. അതാ ഇവിടെ ഇങ്ങനെ നിന്നിട്ടെങ്കിൽ ചട്ടുക്ക് വെക്കും. ചണ്ടുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഒന്നാമത് എന്റെ ചന്ത് പ്രശ്നം. കട്ടയും പടവും അടക്കാൻ വന്നിരിക്കുന്നു. പിള്ളേരാണ് ചിലപ്പോ ചരിത്രം പഠിക്കണം. ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. അതെ, ഈ ചരിത്രവും ചാരിത്രവും ഒന്നാണ്. ഇത് ബില്ലല്ലേ, മറ്റേ പന്നിപ്പടക സ്പെഷ്യലിസ്റ്റ്. ബലരാമേട്ടന്റെ പടക്കമാണ് പടക്കം. 10 എണ്ണം കത്തിച്ചാൽ ഒന്നെങ്കിലും പല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബോംബെയിൽ നിന്നും പവനായി വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. അയ്യടാ, നീ ആയിരുന്ന? അവന്റെ കയ്യിൽ ആയതൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഭയ സർവീസ് അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ശല്യങ്ങൾ കയറി വരും. മനുഷ്യനെ സാർ, ഇതൊക്കെ തീർന്നാണോ? ഒരു എടുത്തോട്ടെ. ആ കുപ്പിയിൽ ബാക്കിയുള്ള എന്താ എടുത്തോ? തന്നോട് അവിടെ പോയി ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഈ റൂമിൽ എസ് ഡി വിളിക്കാൻ പറ്റുമോ? താഴത്തേക്ക് വിളിച്ചാ പോയി. ലോക്കൽ അല്ലേ ചെയ്തു. ഇറ്റ്സ് മൈ പ്രിവിലേജ് രാജുഭായ്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അല്ല, അപ്പൊ നമ്മൾ കൊടുത്ത ചില്ലറയും പോയാ? അങ്ങനെ പവനായി ശവമായി. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കിൽ തൈ തൈപ്പൂയ കാവരിയാട്ടം. കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഇങ്ങോട്ട് നോക്കിയടാ. അതാ, അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഇവിടെയുണ്ടൊരു മിനി സ്കേർട്ടുകാരി. മതി, നിന്നെ ഞാൻ ഇവിടെ ഇട്ടേൽ വൃത്തികേട് പറയുന്നു. ഇവളാണ് മോനെ ആൺകുട്ടി. എനിക്ക് അവനെ കണ്ടപ്പോ തന്നെ ഒരു അടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇവൾക്ക് കരാട്ടയും ഫൈറ്റിംഗും ഒക്കെ അറിയാതെ തോന്നേ.
നോക്കി നിൽക്കാതെ ഇടിക്കണ അവളെ. ശേഖര, അടിക്കണ അവനെ. ഇപ്പോഴാ അടിക്കണ അവനെ. വാടാ സ്ഥലം. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോടാ സത്താ, ഓടിക്കോ. അമ്മേ, ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാ. അവൻ എന്തേടാ എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി പിടിച്ച് താഴോട്ട് പോയ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നേ പോലെ ഓടി വരുന്നത്? ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. ആന്റണി നിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല. അച്ഛൻ ഇടവേളയായിരുന്നു നോക്കിയാൽ അല്ല ഞങ്ങളെ കുടുംബത്തിൽ കയറി തീരുമാനം. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങലൊക്കെ ഇനി എന്നോട് ചോദിച്ചിട്ട് മതി. ഇനിയിപ്പൊ ഞാനുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാനേ ഇവിടെ ചെറിയ കൈമ പിടിക്കേ കാല് പിടിക്കണം. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? തെണ്ടിയുടെ ഒടുക്കത്ത് ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല. ഇതവരുടെ കുടുംബ പ്രശ്നം. അതിനെ നീയൊന്നും ഇതിൽ ഇടപെടണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാല്ലേ? എങ്ങനെ പറഞ്ഞ പോലെ? അതിപ്പോ കുടുംബ പ്രശ്നം തീർക്കാൻ തന്നെ അവരിവിടെ കൊണ്ടുവന്നേ. നാ ഇവിടെ തല്ലുപൊളി. മതിയായിട്ടില്ല. ഇല്ലടാ, അച്ഛൻ കണ്ടില്ല. അച്ഛൻ ഇടവേള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. വേണ്ട, കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശ. അവളെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ. വെറുതെ വിടില്ല അവളെ. വണ്ടി എടുക്കടാ ജോസേ. എടാ കോപ്പേ, 15 കൊല്ലം മുമ്പ് നിനക്ക് വേണ്ടി ഒരു ഉണ്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിന്ന് ചിരിക്കാതെ വെക്കാടി. നിന്നെ തീർത്ത നിന്റെ തൂക്കത്തിലുള്ള പണം അതാ ലോറൻസ് ചേട്ടന്റെ ഓഫർ. മാറ്റത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. ആശാന് പഴിച്ചു. അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. ഓടാ പട്ടി. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ. ഈശ്വര, നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയുണ്ടായാൽ ഒരു വലിയ ശബ്ദം കേട്ടു. അതെങ്ങനെ? പടച്ചോനെ, ആഹാരം പറഞ്ഞോനാ. ശേഖരന് കിട്ടുന്നുണ്ടല്ലോ. ഒറിജിനല്ല, ഞാൻ ചെയ്ത. നീ എന്നെ നെരുങ്ങി വന്ന് കട്ടി അണയ്ക്കും പൊഴുത് ഉൻ കൺകളിൽ ഇരുന്ന കാമം ഉൻ വിരൽകളിൽ இல்லை. അതിൽ ഏതോ ഒരു പതട്ടത്തെ ഉണർന്നേ. നീ എന്താടാ ഒന്നും ഉരിയാടാത്തത്? ഉരിയാടടാ സൂര്യ. എടോ, താൻ ഓവറാക്കി ചളവാക്കുമല്ലേ? சொல்லு, என்னாச்சு? முடியல. ഏട്ടാ, രുദ്രകാളീശ്വരി റെഡ്ഡി കോറിയിലേക്ക് വരുന്നെന്ന്. എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും പോടാ. അവനിവിടെ എത്തുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നെന്നുള്ള വാർത്ത അവൻ അറിഞ്ഞിരിക്കണം.
ഏതായി താടിക്കാരൻ? നീ ആരടാ? പഴയ ജനതാപാർട്ടിയുടെ ചിഹ്നോ കലപ്പയേന്തിയ കർഷകൻ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചെയ്ത പാപത്തിന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവില്ല. നരകത്തിലെ കാലിനോട് പറയാൻ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. അതവന്റെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്നെ തല്ലിയല്ലേ? എടോ താനെന്തേ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇമ്മാനുവല്ലേ? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? താടിക്ക് നീ പിടിക്കുമ്പോ അതൊന്ന് വീടി കത്തിക്കല്ലേ രമേശ? തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോ. ചേട്ടാ, ഇവിടെ രുദ്രകാളേശ്വര റെഡ്ഡി രുദ്രതാണ്ഡവും കളിക്കാം. ഉടനെ അതും ഒന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്വം. അപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആ വൃത്തികെട്ട നല്ലവൻ വെട്ടുകത്തിയായിട്ട് വരുന്നുണ്ട്. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. എന്താണ് 10 തലയോടെ വന്ന അയോധ്യ നീ ആക്രമിക്കോ? മതവിളകിയ കൊമ്പനാനെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച ആളാ. ചുമ്മാ ഒരു വെയിറ്റ് ഇരിക്കട്ടെ. നന്നാവില്ല. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല.